നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. അതിന് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത മാർപ്പാപ്പയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നലെ KPC പ്രസിഡന്റ് ചാർജ് എടുത്ത സണ്ണി ജോസഫുകൾക്ക് ഒരിക്കൽ കൂടി അവർക്കും സഹപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി ആശംസ നേരുന്നു. നിഷ്പക്ഷമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചർച്ചയാണ് അല്ലെങ്കിൽ ഒരു സംസാരമാണ് എൻ്റെ ഈ ചാനലിൽ കൂടി കേൾക്കുന്നത് കാണുന്നു. വളരെ വ്യക്തമായിട്ടും സുതാര്യമായിട്ടും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സത്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ചില കോണുകളിൽ നിന്ന് പതിവിലേറെ ചർച്ചയും എതിർപ്പും കാണുന്നുണ്ട്. ചിലർ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേര് ഇന്ന് വിളിച്ചു പറഞ്ഞു. തലസ്ഥാനം മധ്യകേരളത്തിൽ മാറ്റം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന മൊയ്തീൻ ഷായും ഗ്രൂപ്പും ഹിന്ദുക്കൾക്കെതിരെയാണ് എന്ന് ഇന്നൊരു മാന്യ വ്യക്തി എന്നോട് നേരിട്ട് വിളിച്ചു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കൊച്ചു സംസ്ഥാനമായി കേരളത്തിൽ വടക്കേ മലബാർ കേന്ദ്രമായിട്ടുള്ള ഉത്തര കേരളം ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗം പറഞ്ഞു അടുത്ത കാലത്ത്. അതിന് മുൻപ് പലരും പറഞ്ഞു അതിന് സ്കോപ്പില്ല, അതിന് സാധ്യത വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ ആ വിഷയം മാറ്റിവെച്ചിട്ട് തലസ്ഥാനം ഒന്ന് മാറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹിന്ദു സഹോദരങ്ങളോട് പ്രത്യേകിച്ച് തിരുവനന്തപുരം നിവാസികളോട് പറയാനുള്ളത്, ഇനി വിളിച്ചു പറഞ്ഞ ക്രിസ്ത്യൻക്കോ അല്ലെങ്കിൽ സംഖ്യയായിരിക്കും, അത് വിഷയമല്ല. ഹിന്ദു സഹോദരങ്ങൾ പറയാനുള്ളത്, തിരുവനന്തപുരത്ത് നിന്ന് തലസ്ഥാനം മാറ്റുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം. പിന്നെന്താണ്, അവിടുത്തെ ഒരു 5000 ഏക്കർ സ്ഥലം കിട്ടാനുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിന് തുറന്നു പോട്ടെ, നമുക്ക് തടസ്സമൊന്നുമില്ല. അത് വികസനം വന്നാൽ മതി. ഇപ്പം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ വികസനം മുരടിച്ച് നിൽക്കുകയാണ്. വേളിയിലേക്ക് മാറ്റിയിട്ടും ബോംബെയിലെ കല്യാൺ പോലെയൊന്നും കുർള പോലെയൊന്നും ആകുന്നില്ല. ഒരു 7-8 മണി അവിടെ വിജനമാണ്, ആരും ഇറങ്ങുന്നില്ല പേടിച്ചിട്ട്. ബോംബെ അല്ല കേരളം. അതുകൊണ്ടൊക്കെയാണ് കൽക്കട്ടയിൽ നിന്ന് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയപ്പോൾ അന്നത്തെ നേതാക്കൾ യാത്ര ചെയ്തു പോയ വഴി ചമ്പൽ കാടുകൾ എന്ന് പറയുന്ന ചമ്പൽ താഴ്വര വഴിയാണ്. ചമ്പൽ കാടുകൾ എന്നാണ് നമ്മൾ പഠിച്ചത്. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് ചമ്പൽ കാടുകളാണ്. കാട് ഘോരവനം അല്ലെങ്കിൽ കള്ളന്മാരെ എന്നാൽ വെറും 3 അടി പൊക്കമുള്ള മൺതിട്ട മാത്രമേ ഉള്ളൂ. അതുങ്ങൾ ലെവലായി കഴിഞ്ഞാൽ കപ്പ നട്ട് നമുക്ക് മുഴുവൻ പ്രോട്ടീനും കിട്ടും, ബാക്കി പകുതി കയറ്റി അയക്കുകയും ചെയ്യാം. പോട്ടെ, അവിടെ ആയിരുന്നു ആ തലസ്ഥാനം മാറ്റിയിരുന്നതെങ്കിൽ ഇന്ന് ഡൽഹി അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു വലിയ അല്ലെങ്കിൽ വൻ പട്ടണമായി അല്ലെങ്കിൽ വൻ നഗരമായി ചമ്പൽ താഴ്വര മാറുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അന്നത്തെ പ്രബലരായ നേതാക്കളെ കുറിച്ച് ഇന്നത്തെ സമൂഹം തലമുറ മണ്ടത്തം കാണിച്ചു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സംസാരം ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ്, അതായത് അടുത്ത തലമുറ ഇങ്ങനെ ഒരു മണ്ടന്മായിരുന്നു മൊയ്തീൻ ഷായും ഗ്രൂപ്പ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തത്. അത് നടക്കാതിരിക്കട്ടെ. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇന്നലെ നടക്കുന്നല്ല, അതാണ്. അപ്പോൾ കാലം മാറുമ്പോൾ വരും തലമുറ പറയും മൊയ്തീൻ ഷായും ഗ്രൂപ്പും അല്ലെങ്കിൽ മൊയ്തീൻ ഷായും ടീമും അങ്ങനെ ശ്രമം നടത്തിയതും അതിന് രേഖകളുണ്ട്. അതുകൊണ്ടാണല്ല ഹിന്ദുക്കൾ എതിർക്കാറ്. ഞാൻ ഒരാളെ എതിർക്കുന്നത് കൂടുതലില്ല, നമ്മളെല്ലാം ഏകോദി സഹോദരന്മാരെ പോലെയാണ്. പക്ഷേ തുല്യ നീതിക്ക് വേണ്ടി വാദിക്കുന്നു. വോയിസ് ഓഫ് ജസ്റ്റിസ്, വോയിസ് ഫോർ വോയിസ്ലെസ്, സാമൂഹ്യനീതി, അതിനു വേണ്ടി വാദിക്കുമ്പോൾ എൻ്റെ സമുദായമായ മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറയേണ്ടി വരുന്നു.
ഞാൻ ദളിതുകൾക്ക് പ്രാമുഖ്യമുള്ള കാൻഷൻ നയിക്കുന്ന ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് 10-15 വർഷം പ്രവർത്തിച്ചാണ്. ആ പ്രവർത്തിച്ചുകൊണ്ടിരിക്കൽ ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ ചിലർ ചിരിച്ചുകൊണ്ട് പറയും, ഷാ സാറ് മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുമെന്ന്. എങ്ങനെയാണ്? മുസ്ലിങ്ങൾക്ക് കൂടി വേണ്ടി വാദിക്കുക, അല്ല മുസ്ലിങ്ങൾ വാദിക്കുമല്ല, അത് വേണ്ടേ? നമ്മൾ നമ്മുടെ വിഭാഗം ജനത അതിൽ സ്ഥാനമില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടില്ല. അതാണ് ഞങ്ങളുടെ ഫിലോസഫി പറഞ്ഞു. സ്വന്തം സമുദായത്തിൽ സ്ഥാനമില്ലാത്തവന് നിലനിൽപ്പില്ല. പക്ഷേ സമൂഹത്തിൽ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അവർ വളർച്ചയില്ല. ഇത് വലിയ ഫിലോസഫിയാണ്. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ 67 വർഷക്കാലം ഇന്ത്യൻ രാഷ്ട്രീയ ലോക ചരിത്രവും അറിയാവുന്ന രീതിയിലും അറിയാവുന്ന പുസ്തകങ്ങൾ വാങ്ങിച്ച് നിരന്തരമായ പഠനത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് അവസാനം വന്നിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്ത് രൂപം കൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റ വാക്കിൽ ചിന്തിച്ചല്ല, വെറുതെ പറഞ്ഞല്ല. ഇതിലൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട്, വലിയ ഭാവനയുണ്ട്, വലിയ പ്രസക്തിയുണ്ട്, വലിയ വലിയ നേട്ടങ്ങളുണ്ട് രാജ്യത്തിന്. അങ്ങനെ തുടങ്ങിയ മൊയ്തീൻ ഷായെ ചില കുബുകുത്തികൾ പറയുന്ന പോലെ വർഗീയവാദിയായിട്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രേമിയായിട്ടോ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒരു പക്ഷേ ഇന്ന് പലരും പറയുന്നത്, പ്രത്യേകിച്ച് സമുദായത്തിൽ പലരും പറയുന്നത്, CH മുഹമ്മദ് കോയ സാഹിബിന് ശേഷം, ഒരിക്കൽ അബ്ദുറഹ്മാൻ സാഹിബിന് ശേഷം മലയാളം കണ്ട ഏറ്റവും മനുഷ്യസ്നേഹി വലിയ കോലാഹലം ഉണ്ടാക്കി. നിങ്ങൾ ഏത് അബ്ദുറഹ്മാൻ സാഹിബിനെ, മട്ടാഞ്ചേരിക്കാരൻ ആടുവച്ചടക്കം അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് ചോദിച്ചത്. അതല്ല, അങ്ങനെ ആരോ ഒരു ചരിത്ര ഗവേഷക വിദ്യാർത്ഥികൾ എൻ്റെ ഫോട്ടോ വെച്ച് ഒരു ഫ്ലെക്സ് വെച്ച്, ഇത് ശരിയാണ്, എന്നോട് സൂചിപ്പിച്ചിരുന്നു, വായിക്കാൻ ഞാൻ പറഞ്ഞില്ല. അതുപോലെ ഇപ്പോഴ് നമ്മളൊരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല, വളരെ ആഴത്തിൽ ചിന്തിച്ച് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് മൊയ്തീൻ ഷാ. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ CH മുഹമ്മദ് സാഹിബിന് ശേഷം സമുദായത്തിൽ ഇത്രയും തുറന്ന് ആക്യുറേറ്റായിട്ട് കൃത്യമായിട്ട് കണക്കുകൾ ഉദ്ധരിച്ച് സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് എന്താ കാരണം? ഇതിനേക്കാൾ വലിയ വലിയ എത്രയോ നേതാക്കളുണ്ട് സമുദായത്തിലോട് ഭാഗത്ത് പുറത്തുണ്ട്. പക്ഷെ അവർക്കൊക്കെ ലക്ഷ്യം MLA ആകണം, കഴിവുകൾ മന്ത്രിയാകണം, പിന്നെ മുഖ്യമന്ത്രി ആയാൽ സന്തോഷം. അതിനുവേണ്ടി ബാക്കി എല്ലാം മറച്ചു വയ്ക്കും. ആ കാര്യം മാത്രം പറയും. MLA ആകാൻ വേണ്ടി തിരക്കണം, എന്തെല്ലാം തെറ്റ് സമ്മതിക്കണം, എന്തെല്ലാം ശരി നമ്മൾ മറച്ചു വയ്ക്കണം, അങ്ങനെ ചിന്തിക്കണം. അതായത് മറ്റുള്ള പലരും സത്യം പറഞ്ഞ് അല്ലെങ്കിൽ കളവ് പറഞ്ഞ് അടുക്കുന്നതിനേക്കാൾ താല്പര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞ് അകലുകയാണ്. അങ്ങനെ ചിന്തിക്കുന്ന പോളിസിയുള്ള ഒരു മനഃശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ മനഃശാസ്ത്ര വിദ്യാർത്ഥിയെ മൊയ്തീൻ ഷാക്ക് ജാതീയമായിട്ട് ചിന്തിക്കാനോ സംഘമായി ചിന്തിക്കാനോ പറ്റില്ല. പക്ഷേ നീതി വേണം, അതാണ് എൻ്റെ ശ്രമം. ഇപ്പം ഞാൻ നീതി കണക്ക് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് മൊയ്തീൻ ഷാ, എന്തായാലും മൊയ്തീൻ ഷാ മനസ്സിലാവും. അപ്പം നിങ്ങൾ ഈ തെറ്റിദ്ധാരണ മാറും, ഒരാളെങ്കിൽ ഒരാൾ ആ തെറ്റിദ്ധാരണ മാറും. കേട്ടോളൂ. ഇപ്പം KC വേണുഗോപാലിനെ AICC 2ാം സ്ഥാനത്ത് നിർത്തി സർവ്വ അധികാരം കൊടുത്തു. ഇവിടെ ഈ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടാണ് ഒരാൾക്കുള്ളൂ. ടാറ്റയ്ക്കും ബെർലിക്കും മൊയ്തീൻ ഷായ്ക്കും ഒരു വോട്ടേ ഉള്ളൂ. അപ്പോൾ വോട്ടിൻ്റെ എണ്ണമാണ് നോക്കുന്നത്. അതാണ് ഈ സമുദായത്തെ കാര്യം. അങ്ങനെ വരുമ്പോൾ ശ്രീമാൻ, എനിക്ക് KC വേണുഗോപാലിന് യാതൊരു ഇഷ്ടക്കുറവില്ല, എനിക്ക് ബഹുമാനമുള്ളൂ, ആദരവുള്ളൂ, ആരാധനയില്ല. പക്ഷെ ഞാനും അദ്ദേഹം ഒരു ബന്ധവുമില്ല, ആരും ശത്രു, അങ്ങനെ കാര്യമില്ല. അദ്ദേഹം എവിടെ കിടക്കുന്നു? മൊയ്തീൻ ഷാ കിടക്കും. പക്ഷെ കണക്കുകൾ ഉദ്ദേശിച്ച് പറയുമ്പോൾ സത്യത്തിന് മുഖം വികൃതമായതുകൊണ്ട് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടം തോന്നാം. അത് ഞാൻ ഉത്തരവാദിയല്ല. കാരണം സിനിമ എഴുതിയ പോലെ ഈ കഥ ജീവിച്ചിരിക്കുന്നവർ മരിച്ചോട് യാതൊരു ബന്ധവുമില്ല, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് സാന്ദർഭികം മാത്രമാണെന്ന് പറയും പോലെയാണ്. എനിക്ക് യാതൊരു ഇഷ്ടവും KC വേണുഗോപാലിനോടില്ല. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ എത്താനും പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വേറെ ഇഷ്ടക്കുറവില്ല. പക്ഷെ സത്യം പറയണ്ടേ? അതായത് ആകെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 4 വിഭാഗം 9% ഞാൻ പല പ്രാവശ്യം ഒരിക്കൽ കൂടി ഉദ്ധരിക്കുകയാണ്. അതിൽ ഈ പകുതിയിൽ കൂടുതൽ സംഘപരിവാറിനാണ്. അത് ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ പിന്നെ പ്രാദേശിക പഞ്ചായത്ത് ഇലക്ഷൻ വിട്ടുകളഞ്ഞു. അതിൽ 70% ഇത്ര പോയി. കാരണം NSS ഒക്കെ അതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ബാക്കി 30%. എന്ന് പറഞ്ഞാൽ 100 നായർ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ 110 നായർ വോട്ട് ചെയ്യുമ്പോൾ 1 നായരാണ് കേരളത്തിൽ UDF കിട്ടുന്നത്.
അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു 3 ലക്ഷം വോട്ടാണ്. ആകെ 30 ലക്ഷം. 30 ലക്ഷം 10%, 9%, 3 ലക്ഷം. അങ്ങനെ വരുമ്പോൾ അതിനെ വീതിക്കുമ്പോൾ 2000-2 എന്നാണ്. അതായത് 2002% വരുന്നത്. 1% ഇല്ല, 10% ഇല്ല, 100% 1002% വരുന്നത്. അങ്ങനെ വരുന്ന വേണുജിയെ കൊണ്ട് ഈ തലപ്പ് തോണ്ടിയിരുത്തി. അതേസമയത്ത് അതിന് മുൻപ് 2% മാത്രമുള്ള അന്തോണിയെ കൊണ്ടിരുത്തി. ഈ 2 വ്യക്തികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നശിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇനി കേസ് വേണോ ഹിന്ദു വിഭാഗമാണ്, അവിടെ ഹിന്ദു അല്ല, നിങ്ങൾ എന്താ കുഴപ്പമായിരിക്കും? അങ്ങനെയെങ്കിൽ ചോദ്യമുണ്ടല്ലോ. ഇവിടെ 2% കൂടുതൽ ബ്രാഹ്മിൻസ് ഉണ്ടല്ലോ. നിങ്ങൾ എന്തൊരു ബ്രാഹ്മണനെ 2ാം സ്ഥാനത്താക്കാത്തത്? ഈ കേരളത്തിൽ ഒരു നായർ മാത്രം കൊണ്ടാക്ക്, കേരളത്തിൽ ഒരു ക്രിസ്ത്യാനി മാത്രം കൊണ്ടാക്ക്. ആദ്യനർത്ഥം എന്താ പറയുമ്പോൾ നിങ്ങൾ വീണ്ടും ദേഷ്യം തോന്നും. ആദ്യനർത്ഥം ഇത് സഭയുടെയും നായർ ലോബിയുടെയും സംഘപരിവാർ ഉൾപ്പെടുന്ന 4 പേരുടെയും നോമിനികളാണ്. ആന്റണിയത് ഇപ്പോൾ കേസ് വേണപോലത് നശിപ്പിച്ചു കളയത്. കാരണം ഇതാണ്, 10% ഇവിടെ യാദവരുണ്ട്. 10% യാദവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ പോലും നിങ്ങൾ വളർത്തിക്കൊണ്ടുണ്ടോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിയപ്പെടുന്ന ഒരു യാദവുണ്ടോ? 10% കൂടുതലുണ്ടോ ഒരു ഇന്ത്യയിൽ? 22%, 20% കൂടുതൽ വരുന്ന മുസ്ലിം സമുദായത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ടോ? ദളിതിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ ഏതാണ്ട് ഇപ്പോൾ ഗാർഗെ എന്ന് പറഞ്ഞാൽ അയാൾ കോടീശ്വരാണ്. നമ്മൾ ജഗജീവൻ അവനെ പോലെ മൾട്ടി മില്യനേഴ്സാണ്. സാധാരണക്കാരൊന്നുമില്ല. ആ തടി മാത്രമല്ല, കണ്ടമാനം പണമുണ്ട്. ഒരു കണക്ക് കയ്യിലാത്ത പണമുണ്ട്. എങ്ങനെ ഉണ്ടാക്കി വേണമെങ്കിലും. അങ്ങനെ ഒരു കോടി മൾട്ടി-നാഷണൽ മില്യണറായി ഒരാളെ ഏഷ്യൻ പ്രസിഡന്റാക്കി. തന്നെ നിൽക്കാൻ പോലും പറ്റില്ല. അപ്പം ഇവർക്കെല്ലാം കോൺഗ്രസിന് പോലും, ഇന്നത്തെ പരിഷ്കൃത കോൺഗ്രസിന് പോലും ചില വ്യക്തി താല്പര്യങ്ങളും ചില കുരുട്ട് വിദ്യയാണ്. അല്ലാതെ രാജ്യം ഭരിക്കണമെന്ന് മാത്രമല്ല. ശ്രമമുണ്ട്. രാജീവ് ഗാന്ധി പലരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ് ചെയ്ത തെറ്റ് ഞാൻ ഏൽക്കുമെന്ന് അദ്ദേഹം പറയും. നല്ല സ്വഭാവ. ജാതി സെൻസസ് വീണമെന്ന് നല്ല സ്വഭാവം. അങ്ങനെ പല കാര്യങ്ങളും പുള്ളിയിൽ നമുക്ക് അനുകരിക്കാം. അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കണം. പക്ഷേ ഇതാണ് വച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെ രാജ്യം നന്നാവും, കോൺഗ്രസ് വോട്ട് കിട്ടും? ഇനി വേറൊരു കാര്യം, ഇപ്പോൾ 20% മുസ്ലിങ്ങൾ ടോട്ടൽ ഇന്ത്യയിലുണ്ട്. അത് 30 കോടിയോളം വരും. ഇവിടെ 40% വരും. ഇന്നും ചാനലുകാർ പറഞ്ഞു 40% മുസ്ലിങ്ങളുണ്ട്. അവരോട് അവർക്കൊന്നും ഒരു മാന്യമായ അംഗീകാരം ഡൽഹിയിലും കൊടുത്തിട്ടില്ല, സ്റ്റേറ്റും ഇല്ല. ഡൽഹിയിൽ നിങ്ങൾ കൊടുക്കേണ്ട രാഹുൽ ആരാണ്? ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ? പ്രിയങ്ക ഗാന്ധിയാണ് ക്രിസ്ത്യാനി ഹിന്ദുവാണോ? ഓട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനിയെ ഹിന്ദുവാണ് സമ്മതിച്ചു. അപ്പോൾ 2ാം സ്ഥാനത്ത് 20% വരുന്ന മുസ്ലിങ്ങൾക്ക് ചാൻസ് കൊടുക്കണ്ടേ? അത് നിങ്ങൾ 1000-2% ഭാഗമുള്ള ഒരാളെ കൊണ്ട് ഇരുത്തിയ വോട്ട് കിട്ടുമോ? അതിനത് 100-2 ഭാഗമുള്ള അന്തോണിയെ കൊണ്ടിരുത്തി. ഇതെല്ലാം ചില വ്യക്തി താല്പര്യം. അന്തോണി അവിടെ ഇരുന്ന് നശിപ്പിച്ച് കളഞ്ഞു കോൺഗ്രസിനെ. യാതൊരു ഗുണം ചെയ്യാതെ സംഘപരിവാറിന് വേണ്ടി രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ ഇന്ന് മറ്റോട് കോൺഗ്രസ് എന്നുള്ള ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ വെച്ചാൽ അദ്ദേഹം സംഘപരിവാറിന് നിൽക്കായിരുന്നു. ഈ ഉമ്മൻചാണ്ടി മരിച്ചില്ല. ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും RSSനെ കുറിച്ച് ഒരു വാക്ക് എതിർ വന്നിട്ടുണ്ടോ, വിമർശിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ക്രിസ്ത്യൻ നേതാക്കൾ ആരാണ് RSSനെ വിമർശിച്ചിട്ടുള്ളത്? അന്തോണി എന്തെങ്കിലും കാലത്ത് എന്തെങ്കിലും കാലത്ത് RSSനെ വിമർശിച്ചിട്ടെന്ന് മാത്രമല്ല, ഇതിപ്പോൾ RSSന് വേണ്ടി സ്വന്തം മകനെ ബലിയാടക്കോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ജാമ്യം കൊടുത്തില്ലേ? അല്ലെങ്കിൽ അകത്ത് പോകും. ആ മകനൊക്കെ പല ഇംഗ്ലീഷ് പഠിച്ചത് 10,000 കോടി $1 ചെലവുണ്ടാക്കിയ അത് കണക്കുണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ. അപ്പൊ എന്താ വേണ്ടേ? ഉമ്മൻചാണ്ടി അദ്ദേഹം രാജ്യരക്ഷ വകുപ്പ് എന്തായിരുന്നു? അകത്ത് ഗുണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എന്നെ കേട്ട് കാര്യമില്ല, ഞാൻ വയസ്സായതുകൊണ്ട് ഇതിനൊന്നും ഗുണമില്ല, ഞാൻ മകൻ നിങ്ങൾക്ക് തന്നേക്കാം. അങ്ങനെ മകനെ കൊടുത്താണ് അച്ഛൻ്റെ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് അമ്മ കൊണ്ട് അവിടെ കൃപാസനത്തിൽ കൊണ്ട് പ്രാർത്ഥിച്ചല്ലോ. കൃപാസനത്തിൽ അച്ഛൻ ബോധോദയം ഉണ്ടാക്കിയതുകൊണ്ട് എവിടെ പോയി എൻ്റെ ആളവിടെ? ഏത് മന്ത്രി ആയിരിക്കുന്നത്? പ്രധാനമന്ത്രി ആയിട്ടാ കേൾക്കുന്നത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നതായിട്ട്. അതാണ് സംഗതി. ഇനി അടുത്ത കാര്യം സഭയിൽ തീരാൻ പോകുന്ന അടുത്ത കാര്യം പറയാം. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കുക? ഈ രാജ്യത്ത് വീണ്ടും ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് ഉണ്ടാക്കിയതല്ല. ഒരിക്കലും ഞങ്ങൾക്ക് അധികാരത്തിൽ കയറാനില്ല, ഞങ്ങൾ വരെയില്ല.
പക്ഷെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പാടില്ല, കോൺഗ്രസിനെ നിലനിൽക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, വീഴാറായ മതിൽ നമ്മൾ താങ്ങ് കൊടുക്കും. അതുപോലെ ഞങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് താങ്ങായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുകയാണ്. അങ്ങനെ വിപുലമായ പ്ലാനാണ്, വലിയൊരു പ്രൊജക്റ്റാണ്, വലിയൊരു മാസ്റ്റർ പ്ലാനാണ്. ബുദ്ധിരാക്ഷസന്മാരെയുള്ള എൻ്റെ അല്ല, അപാര ബുദ്ധിശക്തിയുള്ള എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഒരു മണ്ടനായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ജന്മന അങ്ങനെ ആയിപ്പോയി. പക്ഷെ അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ ഉള്ളവരെ വളരെ ബുദ്ധിരാക്ഷ അവരാണ് തീരുമാനമാണ്. ഇത് ഞാൻ ഒരു കാര്യം പറയാം, ഏറ്റവും അടുത്തവരാണ്. ഇപ്പോൾ സുധാകരൻ അതിനെ മാറ്റി, എന്തോ അടിച്ച് പല കാര്യങ്ങളും മാറ്റി എന്നൊരിക്കലും നിങ്ങൾ പറയരുത്. ചാനലുകാരും പറയരുത്, കോൺഗ്രസ്സുകാരും പറയരുത്. മാറി എന്ന് പറയാവുള്ളൂ. സ്വയം പുള്ളി മാറി. എന്നിട്ട് മാന്യമായ ഒരു അംഗീകാരം നിലക്ക് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി സ്ഥിരം ക്ഷണിതാവാക്കി ഇലക്ഷൻ വരുമ്പോൾ സീറ്റ് കളത്തി കൊടുക്കും. അതുകൂടെ മന്ത്രിസഭ മന്ത്രിയാക്കുന്നത് അത് പുള്ളിക്ക് ആവശ്യമില്ല, സമ്മതിച്ചു. പക്ഷേ പിന്നെ സിദ്ദീഖുണ്ട്, വർക്കിംഗ് പ്രസിഡന്റായത് സിദ്ദീഖിനെ മാറ്റി. വർക്കിംഗ് പ്രസിഡന്റായിട്ട് 3 പേരിൽ ഒരാള് ഷാഫി പറമ്പിൽ വെച്ച്. പക്ഷെ എന്തുകൊണ്ട് എം ഹസനെ മാറ്റിയപ്പോൾ പകരം അദ്ദേഹത്തെ എവിടെയെങ്കിലും പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞ് ചിന്തിച്ചില്ല. അപ്പോൾ 2 മുസ്ലിം മാറിയപ്പോൾ ഇവിടെ അച്ഛന്മാർ ഡൽഹി ചെന്ന് സഭ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സഭയുടെ നേടിയ ആള് APC പ്രസിഡന്റാകുന്നു പറഞ്ഞല്ലോ. പിന്നെ ഞങ്ങൾ മാത്രം പറയാതിരിക്കുന്നില്ല. 2 പേരെ മാറ്റി. കോൺഗ്രസ് മനസ്സിലാക്കണം, കോൺഗ്രസ് വേഷം കെട്ട് അഭ്യാസം എടുക്കരുത്. എടുത്താൽ അപകടമാണ്, അപകടത്തിലാക്കും. എം എം ഹസൻ, എനിക്ക് എം എം ഹസൻ പ്രത്യേക ഒരു താല്പര്യമില്ല. സിദ്ദീഖാട്ടിക്ക് പരിചയമില്ല, കാരണം പക്ഷെ അൺഫിറ്റാണ്. പക്ഷെ അദ്ദേഹത്തെ മാറ്റിയപ്പോൾ എവിടെയും നിന്ന് കൊള്ളിക്കണ്ടേ. 80 വയസ്സുള്ള സുധാകരനെ മാറ്റിയപ്പോൾ സുധാകരന് 2-3 ഓഫർ കൊടുത്ത്. ഓഫറല്ല, 2 കാര്യം തീരുമാനം. ഓഫർ വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ, സ്ഥിരമല്ലല്ലോ. സ്ഥിരമായിട്ട് കൊടുത്ത് നല്ല കാര്യം. ഹസനവും സിദ്ദീഖിനും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ 2 മുസ്ലിം പോയപ്പോഴും 1 മുസ്ലിമാക്കി. 40% മുസ്ലിങ്ങൾക്ക് മാന്യമായ അംഗീകാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇവിടെ ഒരു പാർട്ടി, ഒരു ചാനലിനും, ഒരു കോൺഗ്രസ് നേതാക്കളും ചിന്തയില്ല. വേറൊരു കാര്യം, നമ്മുടെ വേറുമാത്രണ്ടല്ലോ, ഷിബി മേത്തറിന് ഒരു രാജ്യസഭാ സീറ്റ് കൊടുത്തു. എന്നിട്ട് പുതിയ ഒരാൾ കേരളത്തിൽ വനിതാ വിംഗിന്റെ പ്രസ്ഥാനം കൊടുത്തില്ല, അവരെ തന്നെ അവിടെ ചോദിക്കി. ഒറ്റ 2 കാര്യം അറിയും. അതായത് ഒരു കാറിന് ഒരു 6-8 പിന്നെ നെറ്റുണ്ടെങ്കിൽ ഒരു നെറ്റ് എടുത്ത് മാറ്റം. അങ്ങനെ മാറ്റുമല്ലാതെ എണ്ണം കൂടുന്നില്ല. മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ കോൺഗ്രസ് അതാണ്. ഇനി പാലക്കാട് സീറ്റ് കിട്ടി പിന്നെ അദ്ദേഹത്തെ കൊണ്ട് വടകരയിൽ കിട്ടി. അവിടെ എന്നിട്ട് ആ സീറ്റ് പിന്നെ സമുദായത്തിൽ കിട്ടിയില്ല. അപ്പൊ എങ്ങനെ ഒപ്പിച്ചാൽ ഈ പറഞ്ഞ സീറ്റിന്റെ അല്ലെങ്കിൽ കാറിന്റെ ടയറിന് നെറ്റ് മാറ്റുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് വയ്ക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് വയ്ക്കുന്നല്ലാതെ ഒന്നിന് പകരം വേറൊന്നും ചിന്തിക്കുന്നില്ല. ഇത് ചോദിക്കാൻ മുസ്ലിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത ലീഗുകാരും മിണ്ടുന്നുണ്ടോ? എൻ്റെ സമുദായമാണ് മുസ്ലിം സമുദായം. ഞങ്ങൾക്ക് വന്ന് കിട്ടിയപ്പോൾ ആ സമുദായത്തിന് മൊത്തത്തിൽ കിട്ടുമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവുണ്ടോ? അവരെ ചിന്തിക്കുന്നുണ്ടോ? അവർക്ക് സീറ്റ് കൊള്ളോട് ചോദിക്കണ്ട്. നിങ്ങളുടെ മുസ്ലിം ലീഗ് രൂപീകരണം എന്താണ്? ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും മൊത്തമായി ചില്ലറ സംരക്ഷണമാണ്. പണ്ട് ഇബ്രാഹിം സുലൈമാൻ സേട്ട് പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾ മറ്റു മുസ്ലിങ്ങളെ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്കിപ്പോൾ 20 സീറ്റ് കിട്ടി, അതിനെ കണക്ക് കൂടുതലാണ്. ഇനിയിപ്പോൾ 5 സീറ്റ് കൂടി വേണമെന്ന് പറയുന്നത്. അപ്പോഴും മറ്റുള്ളവർക്ക് എത്ര കൊടുക്കണം? നിങ്ങൾ കണക്ക് നോക്ക്. ആകെയുള്ള മുസ്ലിങ്ങൾ 3-1 താഴെയുള്ളൂ നിങ്ങളുടെ കൂടെ ഉള്ളത്. മെമ്പർഷിപ്പ് എടുത്താലും അനുഭാവം എടുത്താലും ബാക്കി 2 ഭാഗം പുറത്തിറക്കണം. ഇവര് ആരും കാണുന്നില്ല. ഇതൊക്കെ അങ്ങോട്ട് പറയുമല്ലോ. ഈ 2 ഭാഗത്ത് കഴിക്കൽ കൂട്ടി കളഞ്ഞുകൊണ്ട് 1-2 മണ്ടന്മാരെ വെച്ചിട്ട് ബാക്കി എല്ലാം ഈ സവർണ ക്രിസ്ത്യൻ വിഭാഗം നായർ വിഭാഗം എടുക്കാണ്. കീഴ് കിട്ടുന്നില്ല, നായർ എടുക്കാണ്. അതും ഇതൊക്കെ കേട്ടപ്പോൾ കണക്ക് കേട്ടുമ്പോഴല്ലോ ചിലർക്ക് പൊള്ളും. സത്യമത്തെ മുഖം വികൃതമാണ്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. 77 വയസ്സായ മൊയ്തീൻ ഷൈഖ് ആരെയാണ് ഭയപ്പെടുന്നത്? സത്യം പറയാൻ വേണ്ടി എനിക്ക് എന്ത് ഭൂമിയിൽ നേട്ടം, ഭൗതിക എന്താഗ്രഹം? ഒരു പെൺവിഷയത്തിലോ സമ്പത്തിലൊന്നും എനിക്ക് താല്പര്യമില്ലെന്നു. 77 വയസ്സ് കഴിഞ്ഞ് എത്ര നാളുണ്ട് ഈ ലോകത്ത്? ഇനിയെങ്കിലും നമ്മൾ സത്യം വിളിച്ചു പറഞ്ഞാൽ പിന്നെ ആര് പറയൂടെ സത്യം? എന്നോടൊപ്പം സത്യം കുഴിച്ചുകൂടാൻ പാടില്ല. എനിക്ക് ശേഷം സത്യം നിലനിൽക്കണം.
അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഹിന്ദുക്കൾ തോൽപ്പിക്കാനും ക്രിസ്ത്യാനി തോൽപ്പിക്കാനും മുസ്ലിങ്ങൾ നന്നാക്കാനൊന്നുമല്ല. സത്യമാണ്, സത്യമേ ജയത്തെ. അതാ പറഞ്ഞത്. കൊടുത്തു കോൺഗ്രസ്. ഇനി ഇപ്പം നമ്മൾ 50 സീറ്റുകൾ മിനിമം കൊടുക്കണം ഈ സമുദായത്തിൽ നിന്ന്. 40% അല്ലേ, മൂന്നിലൊന്ന് കൂട്ടിക്കോ. മൂന്നിലൊന്ന് കൂട്ടിയാൽ 140, 312, 37 സീറ്റാണ്. 47 സീറ്റാണ്. 50 പോട്ടെ, 47 വേണ്ട. 45 പിടിച്ചോ, അത് കുറച്ച് പോട്ടെ. ഈ 45 പേരിലും അറ്റ്ലീസ്റ്റ് ഈ സമുദായത്തിന് മൊത്തം കൊടുക്കണം. അതിൽ കോൺഗ്രസ് ലീഗിന് ഒരു സീറ്റുകൾ കൂടുതൽ കൊടുക്കാൻ പാടില്ല. ആ 20 മാക്സിമം നിർത്തിക്കൊള്ളണം. ബാക്കി നിങ്ങളുടെ പാർട്ടിക്കാർക്ക് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണി സെപ്പറേറ്റ് അതുകൂടി ചേർത്തോ, കുഴപ്പമില്ല. ടോട്ടൽ മതി. ഈ 45 ടോട്ടൽ മതി. അണ്ടനോടെയൊക്കെ ചേർത്ത് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറ്റുമോ? ചെയ്താൽ തന്നെ നിങ്ങൾ എവിടെ കൊടുക്കും? പേരസ് കിട്ടാൻ സീറ്റുകൾ നിങ്ങൾ ഓരോന്നും പങ്കിട്ട്. ഞങ്ങൾ ഗുരുവായൂർ വെള്ളിക്ക് നോട്ടമുണ്ട് പറഞ്ഞു, പിന്നെ പാലക്കാട് കൊടുത്ത്, മറ്റു ഓരോന്നും കൊടുക്കാണ്. പിന്നെ എവിടെ കൊടുക്കും? കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. സമുദായത്തിലെ വോട്ടർമാരാണ്, അവർക്ക് കൂടി ബോധ്യം വരട്ടെ. അവർക്ക് കൂടി ബോധ്യം വരാനും ഞങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ഞങ്ങൾ ഇടയ്ക്കിടെ കോൺഗ്രസ് വിമർശിക്കുന്നത്, ലീഗിനെ വിമർശിക്കുന്നത്. ലീഗിനെ വിമർശിക്കാതെ നല്ലവിളിയാന്ന് പറഞ്ഞ് കോൺഗ്രസ് വിമർശിക്കാതെ നല്ലവിളിയാന്ന് പറഞ്ഞാൽ ഈ അനുഭാവികൾ പലരും വിട്ടുപോകും. പിന്നെ എൻ്റെ സംഭാഷണങ്ങൾ കേൾക്കാൻ നിൽക്കില്ല. അപ്പം എൻ്റെ സംഭാഷണം കേൾക്കാതെ ആയിരങ്ങളാണ് കേൾക്കുന്നത്. ഇപ്പോൾ തന്നെ 5000 പേര് വെയിറ്റിങ്ങിലൊക്കെ ചേർക്കാൻ നിർത്തിയില്ല. അങ്ങനെ കേൾക്കുമ്പോൾ അവർക്കൊരു ബോധ്യമുണ്ട്. മൊയ്തീൻ ഷാ അതിൽ പക്ഷം പിടിക്കില്ല, വർഗീയത പറയില്ല, രാജ്യദ്രോഹം പറയില്ല, പറയുന്ന സത്യമാണ്. അത് സമുദായത്തിനൊപ്പം തന്നെ മറ്റുള്ള എല്ലാവരും സമൂഹത്തിനും വേണം പറയും. ഏത് സമുദായത്തിനൊപ്പം തന്നെ സമൂഹത്തിന് വേണമെന്ന് പറയുന്ന ഒരാളാണ് മൊയ്തീൻ ഷാ. അല്ലെങ്കിൽ സമൂഹത്തിന് കിട്ടുന്ന പോലെ തന്നെ ആനുകൂല്യം സമുദായത്തിന് കിട്ടുന്ന ആളാണ്. രണ്ടും ഇതാണ്, ഒന്നിനൊന്ന് ഭൂരിതമാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റും. എത്ര പേരിൽ നിൽക്കുന്നത്? എന്താ കാരണം? നമ്മൾ സത്യം പറയുള്ളൂ, ഒരു പക്ഷം പിടിക്കില്ല. അതെൻ്റെ വാപ്പായാണെങ്കിൽ പോലും നല്ലത് പറഞ്ഞാൽ സ്വീകരിക്കും, ചീത്ത പറഞ്ഞാൽ എൻ്റെ ഉണ്ടാക്കി വാപ്പായാണെങ്കിലും ഇത് യോജിക്കാത്ത കാര്യം നമ്മൾ എതിർക്കും, യോജിക്കില്ല. അതിൻ്റെ സ്വഭാവമാണ്, നേച്ചറാണ്, ജന്മന കിട്ടിയതാണ്. സത്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ നിൽക്കുന്ന മൊയ്തീൻ ഷായെ കുറിച്ച് ഏതോ ഒരു ക്രിസ്ത്യൻക്ക് ഒരു സംഖ്യയായിട്ട് പറയാണ്, നിങ്ങൾ ഹിന്ദുക്കളെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ, ട്രിവാൻഡ്രത്ത് ഹിന്ദുക്കളല്ലേ, നിങ്ങൾ അങ്കമാലിക്ക് വേണ്ടിയ ക്രിസ്ത്യാനിയല്ലേ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നത് കുറേ നാളായിട്ട്. നിങ്ങൾ ദളിതിൻ്റെ ഫോട്ടോ നിങ്ങളുടെ ചിത്രങ്ങൾ ദളിതിൻ്റെ ഫോട്ടോ വയ്ക്കുന്നുണ്ടോ? നിങ്ങൾ വയ്ക്കുന്നില്ല ക്രിസ്ത്യാനികളിൽ, നിങ്ങൾ മുസ്ലിങ്ങളിലെ മറ്റേ ഉന്നത നായരിലെ വയ്ക്കുന്നുള്ളൂ. ആവശ്യം എന്ന് വയ്ക്കും. ഇത് ഇന്നിപ്പോൾ ഡൽഹിയിൽ ബോംബെയിൽ കൂടുന്ന, ഇന്നല്ല ഈ വർഷം അവസാനം ബോംബെയിൽ കൂടുന്ന, അതിന് കേരളത്തിലെ ആദ്യത്തെ സിനിമാ നടിയുടെ പേരാണ് ഹാളിലിട്ടിരിക്കുന്നത്, KP റോസി രാജമ്മാൾ. അവരാരോടോ എന്നോട് ചോദിച്ചാൽ നേതാവ് ചോദിച്ചാൽ അവരാരാണ്? അവർ പിന്നെ ദളിത് സ്ത്രീയാണ്. ആ ദളിത് സ്ത്രീ ആയതിൻ്റെ പേരിൽ അവരുടെ വീട് തല്ലിപ്പൊടിച്ചു, അവർ തിയേറ്റർ കത്തിച്ചു, അവർ നാട് വിട്ടുപോയി. അവസരം ഏതോ തമിഴ് ലോറി ഡ്രൈവർ കയറ്റിക്കൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ട് താമസിച്ചാണ് 5-6 വർഷം മുമ്പേ ജീവിച്ചാണ് കുട്ടികളൊക്കെ അത്. പിന്നെ ആ സിനിമ കാണാൻ പോലും അവർക്ക് പറ്റിയില്ല. ആദ്യത്തെ സിനിമയല്ലേ വിഗതകുമാരൻ. ഞങ്ങൾ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംഘടനയാണ് ഞങ്ങളുടെ. എത്ര പേരുണ്ട്? 150 കോടി ജനങ്ങളുണ്ട്. 150 കോടി സിനിമ കാണുന്നവരാ. സിനിമ കാണാത്ത, ഒരിക്കൽ പോലും സിനിമ കാണാത്ത ഒരാൾ പോലും, ഒരിക്കൽ പോലും പുകവലിക്കാത്ത പലരുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും സിനിമ കാണാത്ത ഒരാൾ പോലും ഇന്ത്യയിൽ ഉണ്ടാവില്ല. ആ 150 കോടികളുണ്ടായിട്ട് എന്തുകൊണ്ട് സംഘം ഉണ്ടാക്കിയില്ല? സിനിമയുടെ പ്രധാന ഘടകക്കാരാണ് കാണികളല്ലേ, ശ്രോതാക്കളല്ലേ, കാഴ്ചക്കാരല്ലേ. അവരല്ലേ ഈ സിനിമ വിജയിപ്പിക്കുക, തോൽപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സംഘം ഉണ്ടാക്കി നിൽക്കാണ്. ഇപ്പോൾ അടുത്ത വർഷം പ്രേം നസീറിൻ്റെ 100ാമത് വാർഷികമാണ്, ജന്മവാർഷികമാണ്. അത് ഞങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ പാർട്ടി സംഘടന ചെയ്യും, അത് ആഘോഷിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ 114ാമത്തെ വർഷമാണ് സിനിമ കേരളത്തിൽ വന്നിട്ട്. അത് രണ്ടും കൂടി ചേർന്ന് പരിപാടിയുണ്ട്. അതിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മരിക്കട്ടെ പറഞ്ഞില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോൺഗ്രസ് കുറച്ചുകൂടി ശ്രദ്ധിക്കണം, കുറച്ചുകൂടി വേണം. നിങ്ങൾക്ക് അതല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്ത്? അസന് മാറ്റിയപ്പോൾ അസന് വേറെയും നിങ്ങൾ ഒളിച്ചു ബാക്കിയെല്ലാം നിങ്ങൾ ഒളിച്ചില്ലേ? 2 മുസ്ലിങ്ങളെ മാറ്റിയപ്പോഴും ഒരാൾക്കാർ നിങ്ങൾ കൊടുത്തു തീർത്തില്ലേ? ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്നെങ്കിൽ ഡൽഹിയിലും തിരുവനന്തപുരത്തും നിങ്ങളുടെ അവസ്ഥ മോശമാകും. ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ഈ നിഷ്പക്ഷപതികളുടെ വോട്ട് കിട്ടിയാണ് നിങ്ങളും ഞാനും ഒക്കെ ജയിച്ചല്ലെങ്കിൽ ഗ്രൂപ്പ് ജയിക്കുന്നത്. അല്ല പാർട്ടിയുടെ വോട്ട് കിട്ടി മാത്രമല്ല.
അതെന്താ മനസ്സിലാക്കാത്തത്? അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിലും സൂക്ഷ്മമായിട്ടും ഏതാണ്ട് ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് കൊടുക്കാൻ അതാ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. ഇപ്പം ഏതായാലും പുതിയ KPC പ്രസിഡന്റായി. ആ പ്രസിഡന്റ് പല പോരായ്മയുണ്ട്, സമ്മതിച്ചു. പക്ഷെ എല്ലാം തികഞ്ഞ് ആര് കിട്ടും? പിന്നെ ഉള്ളതിൽ ശിശുടുത്ത തീരുമാനം ഉള്ളത് വളരെ കൃത്യമാണ്. ഞങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ പറഞ്ഞു ഏതായാലും ഇതുപോലെ തന്നെയാണ്. അതുപോലെ അവർക്ക് മനസ്സിലായി ചെയ്തിട്ടുണ്ട്. അറിയാമല്ലോ, ഞങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഒരുപോലെ അതാണ് സത്യം. അങ്ങനെ വെച്ചു. പക്ഷെ അതിൽ ഈ ഒരു ചില പളിച്ചുകൾ വെച്ചിട്ട് ആ പളിച്ച് ഒഴിവാക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് പുതിയ പ്രസിഡന്റിനോട് ഞങ്ങൾ ഒരിക്കൽ കൂടി അനുമോദനം ആശംസ നേരിടുന്നൊപ്പം തന്നെ പട്ടി കടിച്ചു, മനുഷ്യൻ മരിക്കുന്നു, സഹിക്കാൻ പറ്റത്തില്ല. അതിനെതിരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് രംഗത്തിറങ്ങണം. വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഓരോ യൂണിറ്റും UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും മേഖലാ കമ്മിറ്റികളും ഓരോ യൂണിറ്റിലും ഒരു ദിവസം നിങ്ങൾ അതിനെതിരെ പ്രചരണം നടത്തി, ബോധവൽക്കരണം നടത്തി, സർക്കാരിനെതിരെ പ്രവർത്തിച്ചും സർക്കാർ രംഗത്ത് വെത്തണം. സർക്കാർ താഴെ ഇറക്കാനല്ല പറയുന്നത്, സർക്കാർ ആ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഇപ്പം ഇത് നിപ്പ വീട് തുടങ്ങിയതാണ്. അതുപോലെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ കാര്യത്തിൽ ഇടപെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.